ഞാൻ 5 വർഷമായിട്ട് റബ്ബർ നഴ്സറി ചെയ്തുകൊണ്ടിരുന്നൊരു റബ്ബർ കർഷകനാണ്. എല്ലാ വർഷവും 25,000 തൈ പുറത്ത് കച്ചവടം നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 25,000 തൈയോളം ഞാൻ വെട്ടി നശിപ്പിച്ച് കളഞ്ഞു. 15,000 തൈയോളം ബഡ് ചെയ്ത് നമ്മൾ കൂടയ്ക്കകത്തിലാകെ പാകമാക്കിയ തൈകളാണ് നമ്മൾ കൊടുത്തത്, വെട്ടി നശിപ്പിച്ച് കളഞ്ഞത്. നേരത്തെ നമ്മൾ 120 രൂപയ്ക്ക് വരെ റബ്ബർ തൈ കൂടുതൽ വിറ്റുകൊണ്ടിരുന്ന, ഇപ്പോൾ 60 രൂപയ്ക്ക് പോലും ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലായിപ്പോയി. റബ്ബർ മേഖലയിലെ തകർച്ച മൂലം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു മലയോര കർഷകന്റെ വാക്കുകളാണിത്. എല്ലാ പ്രതീക്ഷകളും നശിച്ചപ്പോഴാണ് നട്ടുനനച്ച് വളർത്തിയ 25,000-ഓളം റബ്ബർ തൈകളും 3 വർഷം വരെ പ്രായമായ മരങ്ങളും വെട്ടിക്കളയാൻ പത്തനംതിട്ട വെട്ടൂർ സ്വദേശി വിനോദ് തീരുമാനിച്ചത്. റബ്ബർ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുൻപ് വർഷം 30,000 റബ്ബർ തൈകൾ വരെ വിനോദ് വിറ്റിരുന്നു. പക്ഷേ ഈ വർഷം അവസാനിക്കാറായിട്ടും ഇതുവരെ വിറ്റത് 400-ൽ താഴെ തൈകൾ മാത്രം. മുൻപ് 120 രൂപയ്ക്കായിരുന്നു റബ്ബർ തൈകൾ വിറ്റിരുന്നത്. ഇപ്പോൾ 40 രൂപയ്ക്ക് പോലും ആർക്കും വേണ്ട. എന്നാൽ ഒരു തൈ ബഡ് ചെയ്ത് വിൽപ്പനയ്ക്ക് പാകമാകാൻ 60 രൂപയോളമാണ് ചിലവ്. റബ്ബർ വെട്ടിമാറ്റിയ സ്ഥലത്ത് ഇനി വാഴ കൃഷി ചെയ്യാനാണ് വിനോദിന്റെ തീരുമാനം. കാരണം അടുത്ത 3 വർഷത്തേക്കെങ്കിലും റബ്ബർ മേഖലയിലെ പ്രതിസന്ധി തീരുമെന്ന് വിനോദ് കരുതുന്നില്ല. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.